കണ്ണൂർ കരിക്കോട്ടക്കരിയിൽ ജനവാസ മേഖലയിലെത്തിയ കുട്ടിയാനയെ മയക്ക് വെടിവെച്ച പിടികൂടി. താടിയലിന് ഗുരുതരമായി പരിക്കേറ്റ ആനയെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വളയഞ്ചാൽ RRT കേന്ദ്രത്തിലേക്ക് മാറ്റി. തുടർ ചികിത്സ ആവശ്യമാണെങ്കിൽ വയനാട്ടിലേക്ക് ആനയെ മാറ്റും. ആറളം ഫാമിൽ നിന്ന് കൂട്ടം തെറ്റിയ കാട്ടാന ഇന്നലെ രാത്രി ആദ്യം എത്തിയത് കീഴ്പള്ളിയിൽ. 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അവിടെ നിന്ന് തുരത്തി. എന്നാൽ രാവിലെ 6 മണിയോടെ കരിക്കോട്ടക്കരി ടൗണിലെത്തി. തുരത്താൻ ശ്രമിച്ചെങ്കിലും ആന ജനവാസ മേഖലയിൽ തന്നെ തമ്പടിച്ചു. പൊട്ടിയടർന്ന താടിയലുമായി ഭക്ഷണവും വെള്ളവുമില്ലാതെ വേദന കടിച്ചമർത്തിയായിരുന്നു കുട്ടിയാനയുടെ നിൽപ്പ്. ആനയെ പരിശോധിച്ചു. രാവിലെ മുതൽ നമ്മൾ നിരീക്ഷണത്തിലായിരുന്നു. ആനയുടെ താടിയെല്ല്, കീഴ്ത്താടിയെല്ല് പൂർണ്ണമായും പൊട്ടിയിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആന വളരെ ഗുരുതരമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. ഉച്ചയോടെ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ വനംവകുപ്പ് തീരുമാനിച്ചു. വയനാട്ടിൽ നിന്ന് വൈകിട്ട് 5 മണിയോടെ ഡോക്ടർ അജീഷ് മോഹൻദാസ് ഉൾപ്പെടെയുള്ള സംഘം കരിക്കോട്ടക്കരിയിലെത്തി. വൈകാതെ മയക്കുവെടി വെച്ചു. പതിനഞ്ച് മിനിറ്റിന് ശേഷം ആന മയങ്ങി തുടങ്ങി. ലോറിയിലേക്ക് കയറ്റുമ്പോൾ പൂർണ്ണമായി വീണു. ജനവാസ മേഖലയിൽ 12 മണിക്കൂറോളം തമ്പടിച്ച കാട്ടാനയെ കൊണ്ടുപോയതോടെ നാട്ടുകാർക്കും ആശ്വാസമായി. ഒരു പേടിയുണ്ടായിരുന്നു. ആനയെ ആദ്യമായിട്ട് കാണുന്നതാ കാട്ടാനെ. സമാധാനമായി. ആന രക്ഷപ്പെടുന്ന കാര്യം വളരെ സംശയം. അത് വളരെ സീരിയസ് ആണ്, ക്രിട്ടിക്കലായിട്ടുള്ള സ്ഥിതിയിലാണ് ഉള്ളത്. മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24 കണ്ണൂർ.